ഇപ്പോൾ ഫോർവേഡ് ബ്ലോക്ക് നേതാവ് ശ്രീ ജി ദേവരാജൻ ചേരുന്നുണ്ട്. ശ്രീ ജി ദേവരാജൻ, ഇപ്പോൾ നേരത്തെ ആ പ്രൊഫൈൽ സ്റ്റോറിയിൽ കണ്ടതുപോലെ ഈ പാർട്ടിയുടെ ഏറ്റവും മോശമായ ഒരു സമയത്ത് ദേശീയ ജനറൽ സെക്രട്ടറി ആയി വന്നയാളാണ് സീതാറാം യെച്ചൂരി. ദേശീയ രാഷ്ട്രീയത്തിൽ അത്രമാത്രം പ്രസക്തി CPM-ന് ഇല്ലാത്ത ഒരു കാലഘട്ടം. പക്ഷേ അങ്ങനെ വരുമ്പോഴും ഈ CPM-ന്റെ സാന്നിധ്യം ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ട് എന്ന് തോന്നൽ ഉളവാക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന് ഈ പാർട്ടിയെ നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. കാരണം CPM-ന്റെ പേരെപ്പോഴും ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു. അത് പാർലമെന്റിലെ അംഗബലം വെച്ചുകൊണ്ടല്ല. ഈ മുന്നണി രാഷ്ട്രീയത്തിലൊക്കെ അതിന്റെ രൂപീകരണത്തിൽ തന്നെ സജീവ സാന്നിധ്യമാകുന്ന ഒരു ഘടകമായി CPM മാറുകയായിരുന്നു, ഇടതുപക്ഷം മാറുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ സീതാറാം യെച്ചൂരിയുടെ ഈ വിശാലമായ രാഷ്ട്രീയത്തിന് അതീതമായ ബന്ധം ഇതിന് വളരെയധികം സഹായിച്ചിട്ടുണ്ടല്ലോ. ചുരുക്കി പറഞ്ഞാൽ ഈ സുർജിത്തിന്റെ അതേ ഒരു പാത തന്നെ പിന്തുടരുവാനായിട്ട് സീതാറാം യെച്ചൂരിക്ക് കഴിഞ്ഞിരുന്നു. സുർജിത്ത് പക്ഷേ പാർട്ടിയുടെ ഒരു നല്ല കാലത്ത് പാർട്ടിയെ നയിച്ചയാളാണ്. പക്ഷേ യെച്ചൂരിയുടെ കാലമായപ്പോഴേക്കും പാർട്ടിക്ക് വീഴ്ച സംഭവിച്ചു, താഴ്ച സംഭവിച്ചു. പക്ഷേ ആ സമയത്ത് അദ്ദേഹം പാർട്ടിക്ക് ഒരു മേൽവിലാസം നിലനിർത്തി കൊടുക്കുന്നതിന് കഴിഞ്ഞ ഒരു നേതാവാണ്. അങ്ങനെ തന്നെ അദ്ദേഹത്തെ കണക്കാക്കാൻ പറ്റുമല്ലോ. ഉറപ്പായിട്ടും ദേശീയ രാഷ്ട്രീയത്തിലെ ഉന്നതനായ രാഷ്ട്രീയ നേതാവിനെയാണ് സഖാവ് സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിലൂടെ നമുക്ക് നഷ്ടമായത്. ഇടതു രാഷ്ട്രീയം നേരിടുന്ന ഏറ്റവും കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ഈ വർത്തമാന കാലത്ത് ഇടതു രാഷ്ട്രീയത്തിന്റെ പ്രസക്തി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുവാൻ പ്രാപ്തിയുള്ള നേതാവ് കൂടിയായിരുന്നു സഖാവ് സീതാറാം യെച്ചൂരി. 91 മുതൽ അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കുവാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരു ഇടതു പ്രവർത്തകനാണ് ഞാൻ. അദ്ദേഹത്തിന്റെ പ്രസംഗ ചാതുര്യം, അതുപോലെ തന്നെ അദ്ദേഹത്തിന് ആരെയും ആകർഷിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ ഒരു ഇടതു നേതാവിനു ചേർന്ന ശരീരഭാഷ, സാർവദേശീയ രാഷ്ട്രീയത്തിലുള്ള അദ്ദേഹത്തിന്റെ അഗാധമായ പാണ്ഡിത്യം, അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം അത് പറഞ്ഞ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഒക്കെ തന്നെ പുരോഗമന മനസ്സുള്ള ആളുകളെ അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തോടും അതിലുപരി ഇടതു രാഷ്ട്രീയത്തോടും ചേർത്ത് നിർത്തുവാൻ പര്യാപ്തമായതായിരുന്നു. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒന്നാം UPA ഗവൺമെന്റ് സമയത്ത് BJP-യുടെ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ആ സമയത്ത് പിറം വാതിലിലൂടെ അധികാരത്തിൽ വരുവാൻ BJP ശ്രമിച്ച ഘട്ടത്തിൽ ഒരു പൊതു മിനിമം പരിപാടി ഉണ്ടാക്കിക്കൊണ്ട് UPA സഖ്യം എന്ന് പറയുന്ന ഒരു സഖ്യം, UPA സഖ്യം തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം രൂപീകരിച്ച ഒന്നാണ്. അങ്ങനെ ഒന്ന് രൂപീകരിപ്പിക്കുവാനും അതിനൊരു പൊതു മിനിമം പരിപാടി തയ്യാറാക്കുവാനും നടത്തിയ ശ്രമങ്ങളിൽ ഒരു എളിയ പങ്ക് വഹിച്ചിട്ടുള്ള ആൾ കൂടിയാണ് ഞാൻ. അന്ന് ഈ കോമൺ മിനിമം പ്രോഗ്രാം അഥവാ CMP തയ്യാറാക്കുന്നതിൽ ഇടതു പാർട്ടികളുടെ പ്രതിനിധികളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതു വർഗ ബഹുജന സംഘടനകൾ ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങളിൽ എങ്ങനെയാണ് പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്നത് എന്നുള്ളതിനുള്ള വ്യക്തമായ സൂചനകൾ ആ പൊതു മിനിമം പരിപാടിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആയാലും, വിദ്യാഭ്യാസ അവകാശ നിയമമായാലും, ആദിവാസികൾക്കും വനവാസികൾക്കും ഭൂമിയിൽ അവകാശം നൽകുന്നതായാലും, ഫുഡ് സെക്യൂരിറ്റി നിയമമായാലും, തൊഴിലുറപ്പ് നിയമമായാലും ഒക്കെ തന്നെ അതിന്റെ പിന്നണിയിൽ അതിന്റെ ആശയത്തിന്റെ ഏറ്റവും തുടക്കത്തിൽ പ്രവർത്തിച്ച നേതാവ്, അല്ലെങ്കിൽ അതിനെ ബീജാപാപം ചെയ്ത നേതാവ് എന്ന അർത്ഥത്തിൽ ചരിത്രം സഖാവ് സീതാറാം യെച്ചൂരിയെ രേഖപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഞാൻ അതിനൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുള്ള, അതിനോടൊപ്പം സഞ്ചരിച്ചിട്ടുള്ള പ്രവർത്തകർ എന്ന നിലയിൽ എനിക്ക് സാക്ഷ്യപ്പെടുത്തുവാൻ. ശരി, താങ്കൾക്ക് നേരിട്ട് അറിയുവാ